ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചെറിയ ഇൻവെസ്റ്റ്മെന്റിലൂടെ നമുക്ക് എങ്ങനെ വലിയൊരു ബേർഡൻ ഇല്ലാതെ, ലോൺ ബേർഡൻ ഇല്ലാതെ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ പറ്റും. റിയൽ തിയറി ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം നിങ്ങളുടെ മുന്നിൽ. റിയൽ തിയറി ഫിനാൻഷ്യൽ സർവീസസ്. പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് അറിയാമോ സാറേ, ആർക്കും പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സംസാരിക്കുന്ന അവരവരുടെ സ്വാർത്ഥത അനുസരിച്ചിട്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ കമ്മീഷന്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ സംസാരിക്കുന്നത് കമ്മീഷന്റെ കാര്യം വെച്ചിട്ടല്ല. ഇന്ന് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ കാര്യത്തിലും ഡിസിപ്ലിൻ ഉണ്ടാവും. കാരണം അവരെല്ലാം കാൽക്കുലേറ്റഡ് ആയിരിക്കും. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വിഷൻ വരും, ഗോള് വരും. യൂത്തിനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കുക. 20-22 വയസ്സിൽ ജോലിക്ക് കയറുന്ന ഒരാൾ 20,000 രൂപ മുതൽ 1 ലക്ഷം രൂപയ്ക്ക് മേളിൽ വരെ സാലറി മേടിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഓക്കെ, കാരണം ഇപ്പോൾ ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ വഴി കയറുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ 35,000 അവരുടെ ബേസിക് സാലറി ഉണ്ട്. അപ്പം ഇവർക്ക് 35 കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് മന്ത് ഓൺവേഡ്സ് ഇവർ പൊളിക്കാനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ മൈൻഡിലും ആഗ്രഹമുണ്ട്. 35 വയസ്സിൽ ആഗ്രഹം, പിന്നെ അത് ആലോചിക്കുള്ളൂ. അതാ പറഞ്ഞത്, നമ്മൾ ജോലി കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ തന്നെ എവിടെയാണ് പോകുന്നത്? ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ കൺസൾട്ടന്റും സർവീസ് പ്രൊവൈഡറൊക്കെ പോയിട്ട് പറയാം, ദിസ് ഇസ് മൈ സാലറി. അവർ പ്ലാൻ എഴുതി തരും. ആ പ്ലാൻ ഇപ്പം നിങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ടെങ്കിൽ, നമുക്ക് വലിയൊരു അസുഖം ഉണ്ടെങ്കിൽ അടുത്ത കൺസൾട്ടന്റ് എടുക്കാൻ പോവാം. യു ആർ ഫ്രീ ടു ഗോ. ഇപ്പൊ നിങ്ങൾ ആ ഡോക്ടറോട് കൺസൾട്ട് ചെയ്യുന്ന പോലെ റിയൽ തിയറി വരിക, റിയൽ തിയറി വന്നിട്ട് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരുക്കൊച്ചി വരിക, എന്നിട്ട് മനസ്സിൽ കമ്പയർ ചെയ്യുക, എന്നിട്ട് ചെയ്യാം. കാരണം ഇതിനകത്ത് പറയുന്നത് ഈ ഫൈനാൻഷ്യൽ പ്രോഡക്റ്റ് എല്ലാം റെഗുലേറ്റഡാ. ചിലർ കുറച്ച് കാര്യങ്ങൾ അറിയാതെ വരും. ഇതെല്ലാം സെബി, റിസർവ് ബാങ്ക്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആക്ച്വലി ഒരാള് ജോലി കിട്ടിയ 2 കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി. ഒന്ന്, അദ്ദേഹത്തിന് സ്വന്തം ഭവനം. അത് 2, അദ്ദേഹത്തിന് റിട്ടയർമെന്റ്. ഒന്നിനെ കുറിച്ച് ചിന്തിക്കണ്ട. റിട്ടയർമെന്റിനെ പറ്റിയിട്ട് ഒരു മനുഷ്യനും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. റിട്ടയർമെന്റ് ഒരു കാര്യം ഞാൻ സാറിനടുത്ത് പറയാം, ടേം ഇൻഷുറൻസ്. ഈ വീഡിയോ കാണുന്നതിൽ എത്ര പേര് ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്? ഒന്ന് കമന്റ് ചെയ്തേക്കാമോ? അതായത് ടേം ഇൻഷുറൻസിനെ കുറിച്ച് ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചു. ഒരു കമ്പനിയുടെ മുതലാളിയെ കാണാൻ ഞാൻ പോയിരുന്നു. അവിടുത്തെ സ്റ്റാഫ് ടേം ഇൻഷുറൻസ് എടുക്കിയിട്ട് മാസം 6,000 രൂപ അടയ്ക്കുന്നുണ്ട്, 50 ലക്ഷം രൂപയ്ക്ക്. ആ ലേഡി കരയുക, എനിക്ക് ആ പൈസ നഷ്ടം വന്നതെന്ന്. അപ്പം ഞാൻ ചോദിച്ചത്, അതേ പുള്ളിക്കാരുടെ ഇരിക്കുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് ഒരു കൂടിയ വണ്ടിയാണ്. അതിനെ ഒരു വർഷം അടയ്ക്കുന്ന 40,000 രൂപ കണ്ട് ഇൻഷുറൻസാണ്. അതാണ് വ്യത്യാസം. ഇവിടെ അത്രയും വരുന്നില്ല. സ്വന്തം ലൈഫ് ഇൻഷുറൻസ് ചെയ്യാൻ വേണ്ടി പോലും നമ്മുടെ ആളുകൾ തയ്യാറല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എഡ്യൂക്കേറ്റഡ് അല്ല ഒരിക്കലും. എഡ്യൂക്കേറ്റഡ് പ്രശ്നം വെച്ചാൽ ഈ പൈസ തിരിച്ചു കിട്ടുക എന്നുള്ള കോൺസെപ്റ്റ്. പക്ഷെ ഇത് പൈസ തിരിച്ചു കിട്ടാനുള്ള പ്രൊഡക്റ്റ് അല്ല. അതായത് എൻ്റെ ഭാര്യ, മക്കളും ഞാനില്ലെങ്കിൽ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കുക. അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ശ്രീനിവാസന്റെ പടം പോലെ എല്ലാം ഓക്കെ ആണെങ്കിൽ പോളിസി എടുക്കണ്ട, ഒരിക്കലും എടുക്കണ്ട. പക്ഷെ ചിന്തിക്കുമ്പോൾ സംഭവം പറയാൻ പറ്റില്ല. ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ചീപ്പാണ്. 25 വയസ്സ് പ്രായമുള്ള ഒരാൾക്ക് വിശ്വസിച്ചാലും 10,000 രൂപ താഴെ കൊടുത്താൽ മതി ഒരു വർഷത്തേക്ക്, 1 കോടി രൂപയ്ക്ക്. അത് 7 വയസ്സ് വരെ കിട്ടും. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. ശരിയാണ്. ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോൾ പലരുടെയും പ്രശ്നം എന്താ വെച്ചാൽ, എല്ലാവർക്കും ജോലിയുണ്ട്, ആ കമ്പനി പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് അവർ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന സംഭവം എന്താണെന്നറിയോ? റിട്ടയർഡ് ആയിട്ട് ഇൻഷുറൻസ് എടുക്കാനാണ്. അപ്പം എല്ലാ അസുഖങ്ങളും കാണും, കൊളസ്ട്രോളും പ്രഷറും BP ഇല്ല, അപ്പോൾ അവർ കൊടുക്കുകയില്ല. അപ്പൊ ഇങ്ങനെ കാര്യം പ്ലാൻ ചെയ്യാൻ ഞാൻ പറയുന്നത്, നമ്മൾ ഈ 1 വയസ്സ് തൊട്ട് 18 വയസ്സുള്ള കുട്ടികൾക്ക് ഇമ്മ്യൂണൈസേഷൻ ടെസ്റ്റ് നടത്താറുണ്ട്, ഇഞ്ചക്ഷൻ. അതുപോലെ 25 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെ നിങ്ങൾക്ക് ഇമ്മ്യൂണൈസേഷൻ ആവശ്യമാണ്. നിങ്ങൾ ഫൈനാൻഷ്യൽ പ്ലാനിങ് എടുക്കാൻ പോയിട്ട് കുത്തിവെപ്പ് പോലെ എഴുതി മേടിക്കണം, സാറേ ഞാൻ എന്ത് ചെയ്യണം, എന്റെ ശമ്പളം കൂടി കുറഞ്ഞു, അപ്പൊ അത് പറഞ്ഞു തരും. ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആയിട്ട് ഒരു ഫൈനാൻഷ്യൽ സർവീസ് പ്രൊവൈഡർ നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഡോക്ടർ പോലെ, നിങ്ങളുടെ വീട്ടിൽ ഒരു അഡ്വക്കേറ്റ് ഉള്ള പോലെ ഒരു ഫൈനാൻഷ്യൽ സർവീസ് പ്രൊവൈഡർ. അത് A or B, തിരുക്കൊച്ചി വേണമെന്നോ റിയൽ തിയറി വേണമെന്നോ ഞാൻ പറയുന്നില്ല. ആരെങ്കിലും ഒരു എപ്പോഴും നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. 100% നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. പറഞ്ഞാൽ ആളുകൾ മനസ്സിലാക്കുന്നത് എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് ചുമ്മാ പറയുന്ന. എല്ലാവരുടെയും പൈസയുണ്ട്. ഇപ്പൊ സാറ് നോക്കിയിട്ടുണ്ടോ, 15,000 രൂപ ശമ്പളം കിട്ടുന്നവരാണ് ഏറ്റവും ഹാപ്പിയായിട്ട് ജീവിക്കുന്നത്. അതെ. പൈസ എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യാന്നുള്ള മെന്റാലിറ്റി വിട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള മെന്റാലിറ്റിക്ക് വേണം. സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റ് രണ്ടാണ്. അത് കറക്റ്റാണ്. സേവ് ചെയ്യാന്നുള്ള പൈസ ബാങ്കി വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ള, ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് അങ്ങനെയല്ല. യു ടേക്ക് സം റിസ്ക്, ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ നമ്മുടെ സബ്ജക്റ്റ് അതല്ല. നമ്മുടെ സബ്ജക്റ്റ് വന്നിരിക്കുന്ന ലോൺ എടുക്കാതെ പ്രോപ്പർട്ടി വാങ്ങിക്കുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത്, നിങ്ങൾ 20-22 വയസ്സിൽ ജോലിക്ക് കയറുന്നവര്
ഓക്കെ, ഇതുവരെ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ്സും ഇല്ലാത്ത ആളുകൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഡയറക്റ്റ് മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും വിത്ത് മിസ്റ്റർ ജോൺസി സാറായിട്ട്. നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് കറക്റ്റ് പിക്ചർ നിങ്ങൾക്ക് തരും. സാറേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ചോദിക്കുകയാണ്. കാരണം നമ്മുടെ ലൈഫിൽ നമുക്കൊരു ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഫിനാൻസിൽ ഏറ്റവും നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ എക്സ്പെൻസുകൾ ട്രാക്ക് ചെയ്യുക എന്നുള്ളത്. ഇത് രണ്ടിനും പറ്റിയിട്ട് സാറിന് എന്താ പറയാനുള്ളത്? അത് വളരെ റിലവൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻകം മൈനസ് എക്സ്പെൻസ് ആണ് സേവിങ്സ്. അതെ, അതൊരിക്കലും ഒന്നും ഉണ്ടാകുകയില്ല. ഇൻകം വന്നു, എക്സ്പെൻസ് വന്നു, സേവിങ്സ് വന്നു, വേണേൽ കടക്കൂടെ വാങ്ങിക്കും. പക്ഷെ ഞങ്ങളുടെ തിയറി, തിരുക്കൊച്ചി ഫൈനാൻഷ്യൽ സർവീസിന്റെ തിയറി എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇൻകം മൈനസ് സേവിങ്സ് ഈക്വൽ ടു എക്സ്പെൻസ്. നേരെ തിരിഞ്ഞു. അപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് 10,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ 2,000 രൂപ സേവിങ്സ്, നെറ്റ് ഇൻകം ഈസ് ഓൺലി 8,000 റുപ്പീസ്. അപ്പൊ 8,000 റുപ്പീസ് സ്പെൻഡ് ചെയ്തോണം. ഈ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ഓഫ് ആവും, കറക്റ്റ് ആവും. സെക്കൻഡ്ലി ഞാൻ പറയുന്നത്, ഈ 10,000 രൂപ ശമ്പളം, ഒരു എക്സാമ്പിൾ നമ്മൾ പറയുന്നത് 10,000 ശമ്പളം ഒന്നുമില്ല, 1,00,000 രൂപ ഒരു ശമ്പളമുള്ള വ്യക്തി ഒരു പേപ്പർ എടുത്തിട്ട് എഴുതാൻ പറയാം അദ്ദേഹത്തിന് ആ മാസം എക്സ്പെൻസ്. ഒരു 25,000-30,000 ആകുമ്പോൾ നിന്ന് പോകും, EMI ഒന്നും ഇല്ലെങ്കിൽ. അതിന് ഫസ്റ്റ് ഓപ്ഷൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഗൂഗിൾ പേ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഫോൺ പേ, അതെല്ലാം ഫോണിൽ നിന്ന് എടുത്ത് കളയുക. അപ്പൊ തന്നെ 20% ലാഭിക്കാൻ കിട്ടും. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. പക്ഷെ റിയൽ ആയിട്ട് പറയുകയാണ്, റിയൽ തിയറി പറയുന്നത്, റിയൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻകം മൈനസ് സേവിങ്സ് ഈക്വൽ ടു എക്സ്പെൻസ് ആയിട്ട് വേണം വരിക. അതിനാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ചില ചോദിക്കും അതെങ്ങനെ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയാറുണ്ട്, സാറിന് 1,00,000 രൂപ ശമ്പളമുണ്ട്, 20,000 രൂപ EMI എന്ന് കണക്ക് കൂട്ടുക. ഇൻസ്റ്റെഡ് ഓഫ് ഹൗസിംഗ് ലോൺ EMI എന്ന് പറഞ്ഞല്ലോ, ഇൻസ്റ്റെഡ് ഓഫ് ഹൗസിംഗ് ലോൺ EMI അത് സേവിങ്സ് ആയിട്ട് ഇടുക. EMI പോലും 10 കൊല്ലം ഇടുക. നമ്മൾ പറഞ്ഞ പ്രൊജക്റ്റും വരും. ആ 20,000 രൂപ വെച്ച് നമുക്ക് ഫ്ലാറ്റും മേടിക്കാം. അപ്പൊ നമ്മുടെ വരുമാനം എപ്പോഴും ഇതിന് അഡ്ജസ്റ്റ് ചെയ്യണം. കറക്റ്റ്. വേറെ മാർഗങ്ങളൊന്നുമില്ല. നമ്മൾ അത് സ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് 2 കാര്യങ്ങൾ 2-3 കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഒന്ന് വന്ന് ആവശ്യമില്ലാത്ത ലക്ഷറി കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. മനസ്സിലായി. ആവശ്യത്തിന് ഔട്ടിൽ പോയി ചെയ്യുക. അപ്പം ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്, അതായത് 10% അവൻ്റെ പേഴ്സണൽ ലക്ഷറിക്ക് ഉപയോഗിക്കുക. കാരണം നാളെ നമ്മൾ ഉണ്ടാവുന്ന അറിയത്തില്ലല്ലോ. നമ്മുടെ ഇൻകത്ത് ഒരാൾക്ക് 1,00,000 രൂപയാണ്, 10,000 രൂപ സ്വന്തം ആവശ്യത്തിൽ പൊട്ടിച്ചു, എദർ ഇൻ ഫോർ ഫാമിലി ഓർ സെൽഫ്. ബാക്കി ഒരു 30-35% സേവ് ചെയ്യുക. അത് കഴിയുമ്പോൾ 35-40 ബാക്കി എടുത്ത് സ്പെൻഡിങ് ചെയ്യുക. ആ രീതിയിലാണ് ബഡ്ജറ്റിംഗ് ഉണ്ട്. ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ ശമ്പളം കിട്ടുന്നല്ല, ജോലിക്ക് കയറുമ്പോൾ തന്നെ ബഡ്ജറ്റിംഗ് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് റിട്ടയർമെന്റ് നേരത്തെ ആക്കാം. അതാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ്. ഇപ്പോഴത്തെ കാലത്തൊന്നും 60 വയസ്സൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ജോലി ചെയ്യാൻ പറ്റില്ല, പ്രശ്നമാണ്. അപ്പോൾ ഒരു 10-15 ജോലി മുമ്പ് റിട്ടയർ ആണ്. Day 1 ബഡ്ജറ്റിംഗ്, ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തരും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതുപോലുള്ള റിയൽ ആയിട്ടുള്ള തിയറീസ് ഇനിയും റിയൽ തിയറിയിൽ വരും. ഇതുപോലെ ചെറിയ പ്രായത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് എങ്ങനെ പ്രോപ്പർട്ടീസ് പർച്ചേസ് ചെയ്യാന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോസ് റിയൽ തിയറിയിൽ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് എല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.